ഹലോ, ഹായ്. എൻ്റെ പേര് ഹാഷിം. വ്യാ ക്രിയേറ്റീവ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് 7th ജൂലൈ 2016 റിലീസ് ചെയ്ത ഒരു മലയാള മൂവിയുടെ റിവ്യൂ അല്ല. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായ ഒരു പ്രണയ മൂവിയാണ്. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ പല ആളുകളും കണ്ടിട്ടുണ്ടാവും. സൂര്യ ടി വിയിലും അതുപോലെ സൂര്യ മൂവീസിലൊക്കെ മൂവി ഇടയ്ക്കിടയ്ക്ക് ടെലികാസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ മാസം കൂടി മൂവി ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സൂര്യ ടി വിയിൽ, സൂര്യ മൂവീസിലൊക്കെ. മൂവിയുടെ പേരാണ് അനുരാഗ് കരിക്കിൻ വെള്ളം. ഈ മൂവി മലയാളികൾക്ക് നല്ല 3 യങ്സ്റ്റേഴ്സിനെ പരിചയപ്പെടുത്തിയ മൂവിയാണ്. ഇതിൻ്റെ ഡയറക്ടർ ഖാലിദ് റഹ്മാൻ, സിനിമാറ്റോഗ്രാഫർ ജിംഷി ഖാലിദ് ആൻഡ് ന്യൂ ആക്ടേഴ്സ് രജിഷ വിജയൻ. 3 പേരും പിന്നെ ഭാവിയിൽ എന്താ എന്നുള്ളത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ലൈവായിട്ട് നിൽക്കുന്ന ആളുകളാണ് 3 പേരും. ഈ മൂവിയുടെ പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്നത് ഓഗസ്റ്റ് സിനിമാസാണ്. പൃഥ്വിരാജ്, ഷാജി നടേശൻ, സന്തോഷ് ശിവൻ, ആര്യ എന്നിവരാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്നത്. എടുത്തു പറയേണ്ടത് ഓഗസ്റ്റ് സിനിമാസ് ചെയ്ത നല്ല 2 മലയാള സിനിമയ്ക്ക് നല്ല 2 പ്രതിഭകളെ തന്നിട്ടുണ്ടായിരുന്നു ഡയറക്ടേഴ്സായിട്ട്. ഒന്ന് ഖാലിദ് റഹ്മാൻ ആൻഡ് അനീഫ ധോനി. എല്ലാവർക്കും അറിയാം മാർക്കോയുടെ ഡയറക്ടർ. പുള്ളിയുടെ ഫസ്റ്റ് മൂവി ഇവരുടെ പ്രൊഡക്ഷനിലായിരുന്നു ഗ്രേറ്റ് ഫാദർ എന്ന മൂവി. നമുക്ക് സ്നേഹമൊക്കെ അഭിനയിച്ച മൂവിയാണ്. ഞാനിപ്പോൾ ഈ മൂവിയിലേക്ക് വരാം. ഇതിൻ്റെ ഡയറക്ടർ ഖാലിദ് റഹ്മാൻ, റൈറ്റർ നവീൻ ഭാസ്കർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാൻ വിചാരിക്കുന്നു. ABCD മൂവി എല്ലാവരും കണ്ടാണ്. ദുൽഖർ സൽമാൻ നായകൻ മൂവിയാണ്. അതിൻ്റെ റൈറ്ററാണ് പുള്ളി. അതുപോലെ ജിംഷി ഖാലിദാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് നൗഫൽ അബ്ദുള്ള. കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ധന്യ ബാലകൃഷ്ണൻ. മ്യൂസിക് ആൻഡ് സ്കോർ ചെയ്തിരിക്കുന്നത് പ്രശാന്ത് പിള്ളൈ. അപ്പോൾ മൂവിയിലേക്ക് വരും. ഇതിലെ മെയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ആസിഫ് അലി, ബിജു മേനോൻ, രജിഷ വിജയൻ, ആശ ശരത്ത്, ഇവാന, ചിന്നു ചാന്ദിനി, നന്ദിനി, സുധീർ കരമന, സൗബിൻ ഷാഹിർ, ശ്രീനാഥ് വാസി, മണിയൻ പിള്ള രാജു, ഇർഷാദ് എന്നിവരാണ്. ഇതൊരു റൊമാൻറ്റിക് കോമഡി മൂവിയാണ്. ഈ മൂവി ഞാൻ കണ്ടത് എനിക്കിപ്പോഴും മറക്കാൻ പറ്റില്ല. ഞാനെൻ്റെ ഒരു 3 ഫ്രണ്ട്സും കൂടിയാണ് മൂവി കാണാൻ വേണ്ടി പോയത്. ഞങ്ങൾ ഒരുപാട് ചിരിച്ച് ഒരുപാട് വിഷമിച്ചിട്ടാണ് മൂവി കണ്ടിറങ്ങിയത്. എനിക്ക് ഈ മൂവി അന്നും ഇന്നും കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ഫീലാണ്. എസ്പെഷ്യലി ഇതിൻ്റെ ക്ലൈമാക്സ് എത്തുമ്പോൾ ഭയങ്കര സങ്കടമായി പോകും. കാരണം അബിയും എലിസബത്ത് ഒന്നിക്കും എന്നുള്ള ഇതിലാണ് ഞാൻ ഈ മൂവി സെക്കൻഡ് ഹാഫ് കണ്ടു തുടങ്ങിയത്. പക്ഷേ ക്ലൈമാക്സ് വേറെ ലെവലിലാണ് പടം പോകുന്നത്. പെർഫോമൻസ് ഒരു രക്ഷയില്ല. ഇപ്പോൾ ആരാണ് ബെസ്റ്റ് എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. ഇപ്പോൾ ബിജുമാൻ ചെയ്ത ക്യാരക്ടർ ആയാലും ആശ ശരത്ത് ചെയ്ത ക്യാരക്ടർ ആയാലും ഒക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നു. നല്ല സ്ക്രീൻ പ്ലേസ് ഉണ്ട് എല്ലാവർക്കും. ഇപ്പോൾ ഇതിൽ ഞാൻ പറയാം, ഈ മൂവിയുടെ പ്രത്യേകിച്ച് ഒരു ത്രൂ ഔട്ട് കയറുന്ന ക്യാരക്ടേഴ്സ് കുറച്ചൊരു 6 ക്യാരക്ടേഴ്സ് ഉള്ളൂ. പക്ഷേ പിന്നെ കുറച്ച് സീൻസ് കുറേ ബാക്കി കുറച്ച് ആക്ടേഴ്സ് വരുന്നുണ്ട്. അതായത് ഗസ്റ്റ് റോൾ പോലെ. അപ്പോൾ കുറച്ച് ചെറിയ റോളായിട്ട് വരുന്നുണ്ട്. ത്രൂ ഔട്ട് ഇല്ലെങ്കിലും അവർ 2-3 സീനിൽ വരുന്നുണ്ട്. ആ പെർഫോമൻസ് ഒക്കെ ആ ആക്ടേഴ്സും പെർഫോമൻസ് ഒക്കെ ഒരു രക്ഷയിലായിരുന്നു. പിന്നെ എടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചിരിച്ച 2 സീൻസ് എന്ന് പറഞ്ഞാൽ ഈ മൂവിയിൽ ഒരുപാട് നല്ല കോമഡി സീൻസ് ഉണ്ട്. എനിക്കിതിൽ എടുത്ത് പറയേണ്ടത് സൗബിൻ ഷാഹിർ, ആസിഫ് അലി, രജിഷ വിജയൻ, ചിന്നു ചാന്ദിനിയൊക്കെ തമ്മിലൊരു കോമ്പിനേഷൻ സീൻ ഉണ്ട്. നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നത് കഥയിലേക്കൊന്നും കിടക്കുന്നില്ല. അതായത് അബിയുടെ ഫോൺ എലി തട്ടിപ്പറിച്ച് കൊണ്ടുപോകും. അപ്പോൾ ആ ഫോൺ വാങ്ങാൻ വേണ്ടിയിട്ട് ആസിഫ് അലിയും സൗബിനും കൂടി പോകുന്നതാണ് അവളുടെ അടുത്തേക്ക്. രജീഷിനെ കാണാൻ വേണ്ടി പോകുന്നതാണ്. ആ സീനിൽ രജീഷിനൊരു കൗണ്ടറുണ്ട്. ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചിരിക്കണേ ഫോണൊക്കെ വെച്ചിട്ട്, താനുണ്ടോ ഫക്രു, താനൊക്കെ പൊയ്ത്ത് ചവിടെ ദ്രോഹി എന്ന് പറഞ്ഞൊരു ഡയലോഗുണ്ട്. ആ ഡയലോഗ് ഞാൻ കണ്ടിട്ട് എനിക്ക് ചിരിച്ചൊരു ഇതായിപ്പോയി ഞാൻ. അതുപോലെ ആ സീനിൽ രജിഷ ചെയ്തിരിക്കുന്ന പെർഫോമൻസ് വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു. ഒരു കോമഡി വെച്ചാൽ നമുക്കിത് അവിടെ അത്രയും നല്ല ഇമോഷണൽ പറയണം നമ്മൾ. പക്ഷെ അത് പറയുമ്പോൾ നമ്മൾ കാണുന്നവർക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നുന്നു. വല്ലാത്ത പെർഫോമൻസ് ആണ് സീൻസൊക്കെ. അതുപോലെ തന്നെ ചിന്നു ചാന്ദിനിയും രജിഷ വിജയനും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻ ഉണ്ട്. അതായത് ഇവിടെ ബിയർ കഴിച്ചിട്ട് ബാത്റൂമിൽ ഇറങ്ങുന്ന കരയുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രസമുള്ള സീനായിരുന്നു. ഒരുപാട് ചിരിച്ച സീനാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട് തുമ്പി ഒരുപാട് കണ്ട് ചിരിച്ചൊരിതായി പോയ സീനാണ്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ഞങ്ങളത് ആ മൂവിയുടെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാനങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇത് പറഞ്ഞ് എന്നെ കളിയായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഡയലോഗ് പറഞ്ഞിട്ടൊക്കെ അതൊക്കെ വേറെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അതുപോലെ ഒരുപാട് നല്ല സീൻസ് ഉണ്ട്. കോമഡി സീനാണ്, റൊമാൻറ്റിക് സീനാണ്. എക്സ്പെഷ്യലി എടുത്ത് പറയേണ്ടതില്ല റൊമാൻറ്റിക് സീൻസാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. എക്സ്പെഷ്യലി ക്ലൈമാക്സിനടുത്തുള്ള ഒരു സീനുണ്ട്. രജിഷ വിജയൻ ഇവർ തമ്മിൽ പിരിയുന്നൊരു സീനുണ്ട്. എലിയും അഭിയും തമ്മിൽ പിരിയുന്നൊരു സീൻ. ആ സീനിൽ ഒക്കെ വേറെ ലെവൽ പെർഫോമൻസ് രണ്ടുപേരും. എനിക്ക് എടുത്ത് പറഞ്ഞ ആ സീൻസിൽ അതിൻ്റെ ലൈറ്റിങ്, അതുപോലെ അതിൻ്റെ ഷോർട്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്, കട്ട് ഷോട്ടായാലും മിഡിൽ ഷോട്ടൊക്കെ വേറെ ലെവലായിരുന്നു സംഭവം.
ക്ലോസ് ഷോട്ടൊക്കെ കിട്ടുമായിട്ടുണ്ടായിരുന്നു. രജിഷ കാണിക്കുന്ന ഷോട്ട്, അതുപോലെ ആസിഫ് അലി ഇങ്ങനെ ചേർമ ഇരുന്നിട്ട് ഇങ്ങനെ അവിടെ നോക്കുന്ന ഒരു സീനുണ്ട്. അതൊക്കെ എന്ത് രസം നിനക്ക് കാണാനുള്ള സീൻസ്. ആ തിയേറ്ററിൽ അത് വലിയ സ്ക്രീനിൽ കാണുമ്പോൾ വേറെ വൈബാണ്. അപ്പോൾ ടി വിയിൽ കാണുമ്പോൾ എനിക്ക് ഓക്കെയാണ്, പക്ഷേ തിയേറ്ററിൽ ആ സീനൊക്കെ കാണുമ്പോൾ വേറെ വൈബായിരുന്നു. ഇപ്പോഴും എനിക്ക് മറക്കാൻ പറ്റില്ല ആ സീൻസൊക്കെ അവർ എടുത്തിരിക്കുന്നത്. അങ്ങനെ വിചാരിക്കും അവർക്ക് ഇതെങ്ങനെ ഷൂട്ട് ചെയ്യുന്നത്, നല്ല ആ ക്ലോസ് ഷോട്ട് കറക്റ്റ്, ആ ക്ലോസ് ഷോട്ട് ഇങ്ങനെ കറക്റ്റ് വന്നിട്ട് ഇങ്ങനെ നേരെ അവളുടെ അടുത്തേക്ക് ഇങ്ങനെ ഇത് കാണിക്കുന്നതൊക്കെ, രജിഷ കാണിക്കുന്ന സീനൊക്കെ കിട്ടുമായിട്ടുണ്ടായിരുന്നു. സിനിമാറ്റോഗ്രാഫി ഞാൻ ഒരു മൂവി കാണുമ്പം അതിലെ സിനിമാറ്റോഗ്രാഫർ മസ്റ്റായിട്ട് ഞാൻ നോട്ട് ചെയ്യാറുണ്ട്. അത് ഞാൻ പണ്ട് മുതലേ, ഞാനിപ്പോൾ ചെറുപ്പം മുതൽ സിനിമ കാണാൻ തുടങ്ങിയ ആളെ കൊണ്ട് പറയില്ല, എനിക്കല്ല ചില മൂവീസ് നമ്മൾ ഒരിക്കലും മറക്കില്ലല്ലോ. അതുപോലെ അതിൻ്റെ സിനിമാറ്റോഗ്രാഫി, അതിന് നായകൻ്റെ പെർഫോമൻസ് കഴിഞ്ഞിട്ട് നമ്മൾ അധികം നോക്കുന്ന കാര്യമാണ് സിനിമാറ്റോഗ്രാഫി. പണ്ടൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആദ്യം നോക്കുന്ന കാര്യം വെച്ചാൽ ഒരു സിനിമ കാണാൻ പോകുമ്പോൾ അവർ ആക്ടർ നോക്കും. ഇപ്പോൾ മമ്മൂട്ടിയാണോ മോഹൻലാലാണോ ശരിക്കും, അല്ലെങ്കിൽ വേറെ ദിലീപൊക്കെ നോക്കും. പിന്നീട് നോക്കുന്ന വെച്ചാൽ ഫൈറ്റ് മാസ്റ്റർ ആരാണ്, അന്നേരം ത്യാഗരാജൻ അല്ലെങ്കിൽ മാഫിയ ശശിനൊക്കെ നോക്കാം. പക്ഷെ ഞാൻ നോക്കുന്നത് മെയിൻ സിനിമാറ്റോഗ്രാഫറെ ഞാൻ വേണ്ടി നോക്കാറ്. ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ ശ്രദ്ധിച്ചത് 95 റിലീസ് ചെയ്ത കിങ് എന്ന് പറഞ്ഞ മൂവി കാണാൻ പോയപ്പോൾ അതിൻ്റെ ക്യാമറ എങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. രവി കെ ചന്ദ്രൻ ആൻഡ് ദിനേശ് ബാബു എൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത് കിഡ് വർക്കായിരുന്നു. ഷാജി കൈലാസാണ് ഡയറക്ടർ, നിങ്ങൾക്ക് പറയാം. അതുപോലെ പിന്നെ അങ്ങനെ പിന്നെ അതിനുശേഷമുള്ള ഒരുപാട് മൂവീസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഷാജി കൈലാസ് മാത്രമല്ല മറ്റുള്ള പല ഡയറക്ടേഴ്സിനും ഇപ്പോൾ മലയാളത്തിലായാലും ഹിന്ദിയിലും തമിഴിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ സിനിമാറ്റോഗ്രാഫി നോക്കും ആര് ചെയ്തിരിക്കുന്നത്. ചില ഇതൊക്കെ ഭയങ്കര രസമാണ്. അതുപോലെ സന്തോഷം ചെയ്തിരിക്കുന്ന ഇത് റോജ എന്ന മൂവിയിലെ സിനിമാറ്റോഗ്രാഫി അയ്യോ വേറെ ലെവൽ സാധനമായിരുന്നു. അത് തന്നെ ജിംഷിക്കാരി ചെയ്തിരിക്കുന്ന സിനിമാറ്റോഗ്രാഫി, ഓരോ ഷോർട്സൊക്കെ അവർ ചെയ്തിരിക്കുന്നതൊക്കെ വേറെ ലെവലിൽ. ആക്ച്വലി എനിക്ക് എടുത്തു പറയേണ്ടത് ഇപ്പോൾ രജിഷ വിജയനും ആസിഫിനും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസൊക്കെ ശരിക്കും വേറെ ലെവലിൽ. ഒരു എടുത്തു പറയുന്ന വേറെ സീനും കൂടി വെച്ചാൽ അവർ തമ്മിൽ ബസ്സിൽ യാത്ര ചെയ്യുന്ന സീനുണ്ട്. ആ സീനിൽ ആ ഷോട്ടും കാര്യങ്ങളൊക്കെ ആ സമയത്തുള്ള ലൈറ്റിംഗ് ഒക്കെ സാധനം പൊളിയായിട്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സീനാണ് അതൊക്കെ. പിന്നെ നല്ല സോങ്സ് ആയിരുന്നു ഇതിൽ. പ്രശാന്ത് പിള്ള അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ, ഒരു കിഡും സ്കോറായിരുന്നു. ഇതിൽ ഓരോ റൊമാൻറ്റിക് സീൻസായാലും മറ്റുള്ള ഇമോഷണൽ സീൻസൊക്കെ കൊടുത്തിരിക്കുന്ന സ്കോറും കാര്യങ്ങളൊക്കെ. അതുപോലെ ആസിഫ് അലി, സൗബിൻ ഷാഹിർ, ശ്രീനിവാസ് തമ്മിലുള്ള കോമഡി സീൻസ് ഉണ്ട്. അയ്യോ ഞാൻ ഒരുപാട് ചിരിച്ച സീൻസ്, കുറേ സീൻസ് തന്നെ നല്ല കോമഡി സീൻസ് ഉണ്ട്. കോമഡിക്കായിട്ടുള്ള കുത്തിക്കയറ്റിയ കോമഡി ഒന്നുമില്ല, വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഡയലോഗ്സ് കാര്യങ്ങളൊക്കെ അതിൽ വരുന്നതൊക്കെ. നിങ്ങൾ മൂവി നിങ്ങൾ കണ്ടായിരിക്കും, അതുകൊണ്ട് പറയാം ഞാൻ കഥയിലും കിടക്കുന്നില്ല. ആ സീൻസൊക്കെ ഞാൻ തള്ളിയതൊന്നുമല്ല, ഇപ്പോൾ തള്ളിയെന്ന് ഞാൻ പറയുന്നത് വേണ്ട. ഞാൻ പറയാം, എനിക്ക് മൂവി പേഴ്സണലി ഒരുപാട് വർക്കായൊരു മൂവിയാണ്. ആ തിയേറ്ററിലായാലും ഇപ്പോൾ ടി വിയിൽ കണ്ടപ്പോഴായാലും കന്നു. ഇപ്പം ഞാൻ മൂവി കുറിച്ച് ഒരു കാര്യം പറയാം. അതായത് ഇപ്പോൾ എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ്, ഞങ്ങളുടെ പേരൊന്നും പറയുന്നില്ല, അതായത് ഇപ്പോൾ ഈ മൂവിയിൽ എലിസബത്ത് എന്ന ക്യാരക്ടറിനെ പോലെ തന്നെയുള്ളൊരു 2 ക്യാരക്ടേഴ്സ് എനിക്കറിയാം. എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ് അവർ തമ്മിലുള്ളത്. പക്ഷെ അവർ കല്യാണം കഴിച്ചാൽ ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതേപോലെ ഇത്ര അല്ലെങ്കിലും ഇതിന് കുറച്ചൊക്കെ അടുത്തായിട്ട് വന്ന ക്യാരക്ടേഴ്സ് ഉണ്ട്, എനിക്ക് പരിചയമുള്ള ആൾക്കാരുണ്ട്. രണ്ടൊരു ഭയങ്കര രണ്ടൊരു ഈഗോ ഉള്ള ആൾക്കാരും ഉണ്ട്. പിന്നെ ഇതുപോലെ ഭയങ്കര എന്താ പറയുക, ഈ സെൽഫ് ഇതുണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരാളിപ്പം അത്രയും ആത്മാർത്ഥം നമ്മൾ ഡീപ്പായിട്ട് നമ്മൾ സ്നേഹിക്കുമല്ലോ, ഒരു എന്താ പറയുക കാമുകന്മാരും, അതുപോലുള്ള ആളുകൾ എനിക്ക് പരിചയമുണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ അത് എനിക്ക് ഈ മൂവിയിലെ ഈ എലിസബത്ത് എന്ന ക്യാരക്ടർ, എലി എന്ന് പറഞ്ഞ ക്യാരക്ടർ എനിക്ക് അത്ര ഇഷ്ടമാകുന്നതുകൊണ്ടാണ്. വെച്ചാൽ ആ ക്യാരക്ടറുള്ള ആളുകൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. പിന്നീട് നമുക്ക് അവിടെ തന്നെ രജിഷ വിജയൻ എന്ന ക്യാരക്ടർ, എലിസബത്ത് എന്ന് പറഞ്ഞ ക്യാരക്ടർ ക്ലൈമാക്സിൽ അഭിനോട് പറഞ്ഞ ഡയലോഗുണ്ട്. വെച്ചാൽ ഞാൻ എന്നെ ഒരുപാട് തവണ പണ്ടൊക്കെ ഞാൻ ഓരോ കാലത്തും വിളിക്കുമ്പം എനിക്കത് ഭയങ്കര ഒരു ഇതായിരുന്നു. പിന്നീട് നീ എന്നെ വെറുത്ത് പോലെന്നൊക്കെ പറയണ്ട, ആ സീനൊക്കെ എനിക്ക് ഭയങ്കര ടച്ചായി പോയി. പക്ഷേ ഞാനൊക്കെ എൻ്റെ ലൈഫിൽ മാത്രമല്ല, മറ്റുള്ള പല ആളുകളുടെ ലൈഫിൽ ഞാൻ കേട്ട കാര്യങ്ങളാണ് അതൊക്കെ, ആ ഡയലോഗ്സൊക്കെ. ഞാനത് പറഞ്ഞു, ഇതിലെ റൈറ്റർ അതിൻ്റെ ഡയലോഗ്സ് ഇരിക്കുന്ന വേറെ ലെവലിലാണ് പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡയറക്ഷൻ ആൻഡ് മേക്കിങ്ങും കാര്യക്രമം ചെയ്തിരിക്കുന്നത് കിട്ടും. അത് ഞാൻ പറയുന്നത് ഒരു നോർമലൊരു സ്റ്റോറി തന്നെയാണ്, വളരെ പ്ലെയിൻ ആയിട്ടുള്ള സ്റ്റോറിയാണ്. പക്ഷേ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ അതുപോലെ ഇതിൻ്റെ പേര് ചെയ്തിരിക്കുന്ന സ്റ്റോറി സെറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ നല്ല രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ എടുത്തു പറയേണ്ട കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ധന്യ ബാലകൃഷ്ണനാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കോസ്റ്റ്യൂം ഡിസൈനറാണ്. ഇപ്പോൾ സമീർ സനീഷ് അതുപോലെ മഷാർ ഹംസൊക്കെ കഴിഞ്ഞാലുള്ള ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കോസ്റ്റ്യൂം ഡിസൈനറാണ് പുള്ളിക്കാരി. ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത മൂവിയിലായിരിക്കും അറിയാം, പ്രേമലു എന്ന് പറഞ്ഞ മൂവി, അതിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനറാണ്. അതുപോലെ ഇതിൽ എന്താ പറയുക മാലിക്കിൽ, അതുപോലെ തന്നെ ടേക്ക് ഓഫിലൊക്കെ ചെയ്തിങ്ങനെ കോസ്റ്റ്യൂം ഡിസൈനൊക്കെ കിട്ടുമായിട്ടുണ്ടായിരുന്നു. ഇതിലും നല്ല കോസ്റ്റ്യൂമായിരുന്നു. ഓരോ ക്യാരക്ടർ, ഇപ്പോൾ ആസ്വൽ ചെയ്ത ക്യാരക്ടറായാലും അതുപോലെ രജിഷ വിജയൻ ചെയ്ത ക്യാരക്ടറായാലും സൗമ്യ ചെയ്ത ക്യാരക്ടറുകളൊക്കെ കോസ്റ്റ്യൂം കാരനൊക്കെ രസമായിരുന്നു.
നല്ല ഇവിടെ ഇതിൽ ചിന്നു ചാന്ദിൻ്റെ ക്യാരക്ടർ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നല്ല രസമുണ്ട് അവിടെ ആ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ. ചിന്നു ചാന്ദി എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇപ്പം ലാസ്റ്റ് വന്ന മൂവി ഉണ്ടായിരുന്നു, എനിക്ക് പേര് കിട്ടുന്നില്ല, ഒരു കോമഡി മൂവിയായിരുന്നു. അതിലൊക്കെ ഹീറോയിൻ്റെ അഭിനയിച്ചു. അതുപോലെ കുഞ്ചാക്കോൻ അഭിനയിച്ച ഭീമൻ്റെ വൈകുന്നേരം മൂവി എല്ലാം കണ്ടുകൊണ്ട് അതിൽ ക്ലൈമാക്സിൽ ജിനു എബ്രാഹിമിനായിട്ട് എടുത്തെറിയുന്ന ഒരു ഇതുണ്ടല്ലോ, അവളെ ആ ആക്ട്രസ്സാണ് ചിന്നു ചാന്ദി. നല്ല പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ ക്യാമിയോ റോളായിട്ട് അതിൽ നന്ദിനി വരുന്നുണ്ട്. പിന്നെ സുധീർ കരമന, അതുപോലെ എനിക്ക് എടുത്തു പറയേണ്ട ക്യാരക്ടർ സുധീർ കരമന ബിജുമാൻ്റെ കോമ്പിനേഷൻ സീൻസ് അയ്യോ വേറെ ലെവലാണ് തിയേറ്ററിൽ. നല്ല രസമുണ്ട് ആ സീൻസൊക്കെ. അതിപ്പോൾ എല്ലാവർക്കും കുറേ ഇപ്പോൾ ട്രോളായിട്ടൊക്കെ വരുന്നുണ്ട് കുറേ ഇതൊക്കെ ആയിട്ട്. അല്ല ആശിഷ് ശരത്ത് ചെയ്ത സുമന്തൻ്റെ ക്യാരക്ടർ നല്ല പെർഫോമൻസ് ആയിരുന്നു. ആക്ച്വലി സെക്കൻഡ് ഹാഫിൽ ബിജുമാനും അവർ തമ്മിലുള്ള ബിജുമാനും ശരത്തും തമ്മിലുള്ള കോമ്പിനേഷൻസൊക്കെ വേറെ ലെവലായിരുന്നു. കോമഡി ആയാലും അവർ തമ്മിലുള്ള റൊമാൻസും കാര്യങ്ങളൊക്കെ വേറെ ഇതായിരുന്നു, എക്സ്പീരിയൻസ് ആയിരുന്നു. ശ്രീനാഥ് വാസി ചെയ്ത ക്യാരക്ടർ നല്ല രസമുള്ള ക്യാരക്ടറായിരുന്നു പുള്ളിക്കാരൻ. വെച്ചാൽ ഒരു റൊമാൻസ് ഒരു എന്താ പറയുക, ബ്രേക്കപ്പിന് ശേഷം പുള്ളിക്കാരനാകെ ഇതായി നിൽക്കുന്നതായിരുന്നു. സീനൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലൈമാക്സിലാകുമ്പോഴാണ് കറക്റ്റ് ആസിഫിനോടും പറഞ്ഞ ഡയലോഗ്, എനിക്ക് ആ ഡയലോഗ് കിട്ടുന്നില്ല, ശ്രീനിവാസ് പറഞ്ഞ ഡയലോഗുണ്ട്. പക്ഷേ അവൻ്റെ കാമുകനെ വീണ്ടും അവനെ വിളിച്ചതെന്ന് പറഞ്ഞ സീനിൽ, ആ സീനിൽ ഇവൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുക അവൻ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. വെച്ചാൽ അവനോട് ഒഴിവാക്കിയത് എനിക്ക് പിന്നീട് നമുക്ക് ഭയങ്കര സങ്കടമാവും ചെയ്യും. സെക്കൻഡ് ഹാഫിലൊക്കെ ആകുമ്പോൾ നല്ല സീൻസൊക്കെ ഒരുപാട് നല്ല സീൻസ് ഉണ്ട്. ഞാൻ കഥയിലേക്ക് കിടക്കുന്നില്ല, ഞാൻ അതിന് പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി കണ്ട മൂവിയാണ് എല്ലാവരും. അപ്പോൾ ഈ മൂവിക്ക് ഇത്രയൊക്കെയാണ് എനിക്ക് മൂവിയെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എൻ്റെ കമൻസ് എന്താ അതിന് കാരണം കമൻസ് നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.